പുളിയിഞ്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറ് ഹായ് പറഞ്ഞേ. പുള്ളിക്കാരി ദേഷ്യത്തില്ല, കുരുത്തക്കേട് കളിക്കുന്നത്. സാറ് ഹായ് പറയേ. കുരുത്തക്കേട് കളിക്കല്ല. ഹായ് പറ. അപ്പൊ ഞാൻ ഇന്ന് ഇൻട്രോ പറഞ്ഞത് എന്താ അടുക്കളയിൽ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ നമ്മുടെ ചാനലിൽ ഞാൻ ഇതുവരെ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേരായ പുളിയിഞ്ചിയുടെ ആദരസൂചകമായിട്ട് ഞാനിന്നൊരു പുളിയിഞ്ചി അരി ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും പുളിയിഞ്ചി ഉണ്ടാക്കാൻ അറിയായിരിക്കും, കാരണം ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെ ഞാൻ പുളിയിഞ്ചി ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ ഹായ് പറയൂ. എനിക്ക് ഭയങ്കര ദേഷ്യത്തിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പുളിയിഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ ഇത് തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. പിന്നെ വെല്ലം, അതായത് ശർക്കര. അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ സാധാരണ അങ്ങനെ ആരും വെളുത്തുള്ളി അങ്ങനെ ചേർക്കാറില്ല. ഞാൻ എൻ്റെ രീതിയിലൊന്നും ഉണ്ടാക്കുമ്പോൾ ഞാൻ വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ള പാത്രം ഞാനിവിടെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ അത് ചൂടായി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ചതുകൊണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഉരുക്കിയെടുക്കുമ്പോഴേക്ക് പ്ലാസ്റ്റിക് ഉരുകിപ്പോവും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് ഉലുവി ഇട്ട് കൊടുത്തു. അപ്പോൾ ഉലുവി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഞാനതിലൊരു 2-3 കഷ്ണം ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഉണക്കമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞ് അതൊന്ന് ഇളക്കി എടുത്തിട്ട് ഞാനതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇഞ്ചി ഞാൻ അളവ് പറയുകയാണെങ്കിൽ വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഇഞ്ചി എന്ന് പറയുന്നത് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടെ വിട്ടുപോയി. നമ്മുടെ ഈ പുളിയിഞ്ചിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനത് ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ അതിലിട്ട് കൊടുത്തു. അപ്പോൾ അത് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും അതൊന്ന് ഒരു പുളി ഒന്ന് വെള്ളത്തിൽ കുതിർന്ന് വരും. അപ്പോൾ ചൂടുവെള്ളം എന്നല്ല, സാധാരണ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ചിലപ്പോൾ ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില കൊടുക്കുന്നത് ചിലപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിൽ കട്ടായി പോയി തോന്നും. അപ്പോൾ അത് ഞാൻ വെളുത്തുള്ളിയിൽ ഞാൻ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കഴിഞ്ഞിട്ട് അതിൽ ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി വേണമെന്നൊന്നുമില്ല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു നുള്ള്, അധികമൊന്നും ആവാൻ പാടില്ല, ഒരു നുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതായത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറണം. അപ്പോൾ അത്രയും ഇളക്കി കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അതിന് കുറച്ച് എരിവ് കുറവായിരിക്കും, അതാണ് ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ചും കൂട്ടിയും നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ശ്രദ്ധിക്കണം, ഇതിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഉടൻ അതിലേക്ക് ഈ വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം
അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ബാക്കി വന്ന പുളിയിൽ ഞാൻ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് വീണ്ടും ഞാൻ അതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പുളിയിൽ അഥവാ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പ വെച്ചിട്ട് അരിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് അരിച്ചു കൊടുത്തത്. അപ്പോൾ ഇത്രയും വെള്ളം ആയതുകൊണ്ട് നമുക്കിതിൽ ടേസ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പം ഞാൻ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരാണി വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് കുറച്ച് വറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറേ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുപോലെ മധുരവും കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പും കൂടെ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം കൂടെ വെല്ലം ഇട്ട് കൊടുത്തു, അടച്ചു വെച്ച് പിന്നെ വീണ്ടും ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളം അധികം വറ്റിക്കേണ്ട ആവശ്യമില്ല. ഇത് തണിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും, അധികം വെള്ളമൊന്നും ആവില്ല. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ ടേസ്റ്റ് നോക്കി. ഇതിൽ ഉപ്പും മധുരവും എരിവും പുളിയും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്.